ഭാര്യയും ഭർത്താവും കൂടെ ഒരു സൂ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി. കാഴ്ചകൾ അങ്ങനെ കണ്ടു നടക്കുമ്പോൾ രണ്ട് കുരങ്ങന്മാരെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഭാര്യ പറഞ്ഞു, നോക്കൂ, എന്ത് സ്നേഹമുള്ള ജീവികളാണല്ലേ. എത്ര മനോഹരമായിട്ടാണ് ആ ആൺകുരങ്ങ് അതിന്റെ ഇണയെ ക്യാരി ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാതെ ഭർത്താവ് മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ ഒരു ആൺസിംഹം അതിന്റെ ഇണയിൽ നിന്നും കുറച്ച് അകലെയായിട്ട് ഇരിക്കുന്നത് കണ്ടു. കഷ്ടം തന്നെ, തൊട്ടടുത്തിരുന്നിട്ടും അതതിന്റെ ഇണയെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലല്ലോ. എന്തൊരു കർക്കശക്കാരാണ് ഈ സിംഹങ്ങള്. ഭാര്യ അഭിപ്രായപ്പെട്ടു. അത് കേട്ടപ്പോ ഭർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു കല്ലെടുത്ത് ആ പെൺസിംഹത്തിന് നേരെ ഒന്ന് എറിയും. ഭർത്താവ് പറഞ്ഞ പോലെ ഭാര്യ ചെയ്തു. എന്നാൽ തന്റെ ഇണയ്ക്ക് ഏറുകൊണ്ടതും ആൺസിംഹം അപാരമായി ഗർജിക്കാനും തന്റെ ഇണയ്ക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർക്കുന്ന പോലെ നടക്കാനും തുടങ്ങി. ഇതേ കാര്യം തന്നെ കുരങ്ങന്മാർക്ക് നേരെയും ചെയ്യാൻ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ആൺകുരങ്ങ് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് ചാടി കയറി ഒളിച്ചിരിക്കാനാണ് നോക്കിയത്. കഥ നമ്മുടെ വർത്തമാനകാലത്തിന്റെ തെറ്റിദ്ധാരണകളാണ് തുറന്നു കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് മുമ്പിൽ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്നതാണ് റിയൽ ആയിട്ടുള്ള സ്നേഹം എന്ന് വിശ്വസിക്കാൻ പലപ്പോഴും നമ്മൾ നിർബന്ധിതരാവാറുണ്ട്. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഒട്ടും വാല്യൂഡ് അല്ല എന്ന കണക്കുകൂട്ടലുകൾ. യഥാർത്ഥ സ്നേഹം എപ്പോഴും ഉച്ചത്തിലായിരിക്കണം എന്നില്ല. നിശബ്ദതയിൽ പോലും, നമ്മുടെ അബ്സൻസിൽ പോലും സംരക്ഷണം ഒരുക്കാനും കൂടെ നിൽക്കാനും വിശ്വസിക്കാനും ഇണയെ പ്രീതിപ്പെടുത്താനും ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം.